ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു വൈറൽ ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവം കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായി കാണും. നമ്മുടെ മുട്ടയുടെ വെള്ള ആദ്യമേ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അത് കുറച്ച് പാടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മറ്റേ മഞ്ഞക്കരു വീഴോ എന്നുള്ളൊരു പേടിയിലൊക്കെ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കി എടുത്ത്. ഈ മുട്ട ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ ഇതിൽ ഇത്തിരി കൂടുതലുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാനും എൻ്റെ ചെറുക്കനും കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തത്. എന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, ചെറുതായിട്ടിട്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രൂവിൻ്റെ കോഫി പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൽ കാര്യം ഇരിക്കുന്നത് ഗൈസ്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഈ കട്ടയായിട്ടാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി, ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ആക്കി എടുക്കണം. ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ്. എന്നിട്ട് നമ്മൾക്കിത് ഫേസിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം ഗൈസ്. ആദ്യം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ സ്പൂൺ വെച്ചൊന്ന് നോക്കിയാലോ, അപ്പോൾ അതും പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് എല്ലാം സഹിച്ച് മുഖത്തേക്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. ആദ്യം 2 കവിളിൽ നല്ലോണം അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് പിന്നെ നമ്മുടെ കൂടുതലും ഈ മുഖക്കുരുവൊക്കെ ഉള്ളത് മൂക്കിൻ്റെ സൈഡിലും താടിയുടെ അവിടെയൊക്കെ അല്ലേ. അപ്പോൾ അവിടെയെല്ലാം നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഞാൻ ഒരു യക്ഷിക്കുഞ്ഞിനെ കണക്കായി. എന്നിട്ട് ഞാൻ പിന്നെ ടിഷ്യൂ പേപ്പർ വെക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് കീറി ഒരു ചെറിയ ഇതിലാക്കിയിട്ട് നമ്മുടെ മുഖത്തോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വലിയ പീസാക്കി വെച്ചാൽ ഒരുമാതിരിയില്ല അല്ലെങ്കിൽ ഒരു ശവത്തിൻ്റെ ലുക്കൊക്കെയാണ്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു. പിന്നെ ഞാൻ അത് മടക്കി ഒന്ന് നെറ്റിയിൽ ഷേപ്പിലോട്ടൊക്കെ ഒന്നാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ട് ചെറിയ പീസാക്കി എല്ലാ സ്ഥലത്തും ഇത് തേച്ച സ്ഥലത്തെല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ച് സെറ്റായി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഒട്ടും കേട്ടോ. ഈ നമ്മൾ നേരത്തെ തേച്ച മിക്സിയില്ലേ, പിന്നെ അതിൻ്റെ മണ്ടേ കൂടെ ഒന്നും കൂടെ ഒന്ന് തേച്ച് സെറ്റാക്കിയാൽ പെട്ടെന്ന് ഒട്ടിച്ച് കിട്ടും. അങ്ങനെ ഞാൻ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തേ. ഇതെന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂ പേപ്പറിന് കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ അതിലോട്ട് അങ്ങ് അലിഞ്ഞങ്ങ് ചേരും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിൽ വെക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള സ്ഥലത്തൊന്നും ആവത്തില്ല. ഈ ടിഷ്യൂ പേപ്പർ വെക്കാത്ത സ്ഥലത്തൊക്കെ അപ്പോഴത്തേക്കും ഇത് ഇളവി പോരാൻ തുടങ്ങുവേ. അതാണ് വേറൊരു പ്രശ്നം. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ റിസൾട്ട് കാണാൻ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ അവൻ്റെ ഫേസിൽ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അവൻ്റെ ഫേസിൽ ചെയ്ത് അവനത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഫേസിലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞായിരുന്നു ഭയങ്കര സ്മെല്ലെന്നൊക്കെ. അങ്ങനെ ഞാൻ പിടിച്ചിരുത്തിയൊക്കെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടിയിട്ട് ആ പാക്ക് ഒന്നും കൂടെ ഇട്ട് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും അതുപോലെ തേച്ച് സെറ്റാക്കിയാൽ ഇങ്ങനെ തേക്കുമ്പോഴാണ് ടിഷ്യൂ പേപ്പർ ഇളവി വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത സെറ്റായിരിക്കും. അങ്ങനെ ഞാൻ പ്രേതമായി കറക്റ്റ്. ഇനി നമുക്കൊരു 40 മിനിറ്റ് കറക്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫാനിൻ്റെ മൂഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ മതി. എനിക്കൊരു 40 മിനിറ്റ് വേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഞാൻ വിളക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവൻ്റെത് ഫേസിലുള്ളത് ആദ്യമേ ഇളക്കി. അപ്പം എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ പീൽ ഓഫ് എന്ന് പറയുന്ന സംഭവം. അപ്പോഴത്തേക്കും ഒരു നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. എൻ്റെ കാട്ടി മുഖത്തിൽ നിറയെ കുരുവുള്ളവനാണ്. അപ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ വലിച്ചിളക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കിയ എല്ലാ ആൾക്കാരും പീൽ ഓഫ് ചെയ്യുമ്പോൾ വേദനയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച പറന്നെന്ന് പറഞ്ഞ എൻ്റെ പൊന്നേ. പിന്നെ ഞാൻ ഈ റിസൾട്ടിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ചിളക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഷേപ്പിലൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചിളക്കി എടുത്ത് ഇങ്ങനത്തെ ഒരു മുഖം അങ്ങ് ആക്കി വെച്ചു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഫേസ് എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് വാഷ് ചെയ്തപ്പോൾ ഉള്ള ഫേസ്. ഈ മൂക്കിൻ്റെ അവിടത്തെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താടിയുടെ അവിടത്തേക്ക് ഉള്ള ഈ മുഖക്കുരു സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇളവി വരും കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ മുഖത്ത് രോമം ഉണ്ടായിരുന്നു. ഇങ്ങനെ മേ ബി അതുകൊണ്ടാവും എൻ്റെ ഫേസിൽ പെയിൻ വന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.